ഇപ്പോൾ കഴിഞ്ഞ ഈ ഇലക്ഷന് ആലത്തൂരിൽ പ്രതീക്ഷിതമായൊരു തിരിച്ചടിയുണ്ടായിരുന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പാർട്ടിയും മുന്നണിയും ഏറ്റെടുത്ത് ചിട്ടയായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലവും ജനങ്ങളുടെ ഒരു ജനപ്രതിനിധിയായിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലവും മുഴുവൻ സമയം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വളരെ തൃപ്തിയോട് കൂടിയിട്ട് സഹപ്രവർത്തകർ താഴെ തട്ട് വരെയുള്ള പ്രവർത്തകരുണ്ടായിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ എന്താ പറയുക, സംഘടനയുടെ ചില മേഖലകളിൽ നമുക്ക് പ്രവർത്തകർ കൂടുതലുണ്ടാകും, ചില മേഖലകളിൽ പ്രവർത്തകർ കുറവുണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലത്തിലെയും ഒരു വോട്ടിംഗ് പാറ്റേൺ നമുക്ക് നോക്കിയാൽ ഏകദേശം 2.5 ലക്ഷത്തിലധികം വോട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഇത്തവണ 20,000-ലേക്ക് നമുക്ക് അത് കുറയ്ക്കാൻ സാധിച്ചു വരുന്നത്. അതിൽ തന്നെ ഒരു കാര്യം പറയേണ്ടത്, ചേലക്കര മണ്ഡലം രാധാകൃഷ്ണൻ സാറിൻ്റെ ചേലക്കര മണ്ഡലത്തിൽ ലീഡ് എനിക്കാണ്, അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ ലീഡ് നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളൊക്കെ അവർ ആത്മാർത്ഥമായിട്ട് ഉറപ്പുകൊള്ളിഞ്ഞ് പട്ടിണി കിടന്ന് വെയിലും അല്ല ചൂടുള്ള സമയമില്ലേ, ആ സമയത്തുള്ള പ്രവർത്തനമൊക്കെ വളരെ സജീവമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ പോരായ്മകൾ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പാർട്ടി കൃത്യമായിട്ടത് പഠിച്ചെടുത്ത് എന്താ പറയുക, അതിൻ്റെ ഒരു വിശകലനമൊക്കെ വരാൻ പോകുന്നുണ്ട്. പാർട്ടി പറയുന്നത് സംഘടനാപരമായ പിഴവ് ഉണ്ടായിട്ടില്ല. അല്ല, അങ്ങനെ ഒറ്റയടിക്ക് ഒന്നിനെയും നമുക്ക് അങ്ങനെ ഒരു വിമർശിക്കാനോ അല്ലെങ്കിൽ പാർട്ടിയെ കുറ്റം പറയാനോ നമുക്ക് കഴിയില്ല, ആരെയും പരാമർശിക്കാൻ കഴിയില്ല. കാരണം അത് പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് ഞാൻ പാർട്ടിയോടാണ് പറയുന്നത്, അല്ലെങ്കിൽ പാർട്ടി പറയുന്ന വേദികളിലാണ് പറയുന്നത്. അല്ലാതെ അത് മാധ്യമങ്ങളിലൂടെ വന്ന് പറയുക എന്ന് പറയുമ്പോൾ ഞാനൊരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയാണ്. ഞാനങ്ങനെ മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലും പാർട്ടിയിൽ പറയാനുള്ളത് പാർട്ടിയുടെ വേദികളിലാണ് പറയുന്നത്. അതിന് പറയാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അത് വിളിച്ചു ചേർക്കുമ്പം അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ എവിടെയും വന്നിട്ടുണ്ടെങ്കിൽ അത് ആ വേദികളിലാണ് പറയാം. അതൊക്കെ പരസ്യമായിട്ട് അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. അതായത് സഹകരിച്ചില്ല, കൃത്യമായിട്ട് മുതിർന്ന നേതാക്കളുമായി ഒന്നും സഹകരിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുനിന്ന് ആരോപണം. ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ മുതിർന്ന ആളുകളുടെയും വലിയ പിന്തുണ കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയാണ്. 19-ലാണെങ്കിലും ഇത്തവണയാണെങ്കിലും. അതിൽ വിജയരാഘവനാണെങ്കിലും വിജയരാഘവൻ ഈ പ്രായത്തിൽ പോലും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ പ്രവർത്തന മേഖലകളിലും, അത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനാകട്ടെ, പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനങ്ങളാകട്ടെ, അതിനുശേഷം നടന്ന ഓരോ സമയങ്ങളും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു. അച്ചുവേട്ടൻ ആരോഗ്യപരമായിട്ട് വീട്ടിലാണ് എങ്കിലും അച്ചുവേട്ടനാണെങ്കിലും അങ്ങനെ തുടങ്ങി എല്ലാ ആളുകളുടെയും വലിയ ഒരു പിന്തുണ തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ട്. ഇതിനകത്ത് എൻ്റെ ഒരു ഒറ്റയടിക്കുള്ള നോട്ടത്തിനകത്ത് അവരുടെ ഒന്നും പോരായ്മ ഉണ്ടെന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ അവരൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തനം അതിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം പറയാം, പാർട്ടിയും മുന്നണി പ്രവർത്തകരും വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 20,000 വോട്ടിൻ്റെ ഡിഫറൻസിലാണ്. ഈ 20,000 വോട്ടിൻ്റെ ഡിഫറൻസ് വരുന്ന സമയത്ത് ഇടതുപക്ഷ അനുഭാവികൾ കൂടുതലുള്ള ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം ഇടതുപക്ഷക്കാരുടെ വോട്ട് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മണ്ഡലത്തിലെ പ്രവർത്തകരും എല്ലാ ആളുകളും ആ പ്രവർത്തനം എടുത്തതിൻ്റെ ഭാഗം തന്നെയല്ലേ അത്രയും എടുത്തിരിക്കുന്നത്. അല്ല, അതുണ്ട്, അത് പരിശോധിക്കേണ്ടതുണ്ട്. അത് ഏത് ബൂത്തുകളിലാണ് അത്തരം BJPയിലേക്ക് വോട്ട് പോയിട്ടുള്ള ബൂത്തുകൾ എവിടെയാണ്, ആ പ്രദേശം അത് ഏത് മണ്ഡലമാണ്, അത് ആരുടെയെങ്കിലും പ്രധാനപ്പെട്ട ആളുകളുടെ മണ്ഡലങ്ങളാണോ, ആരുടെയെങ്കിലും പ്രധാനപ്പെട്ട ബൂത്തുകളാണോ, അതൊക്കെ പാർട്ടി പരിശോധിക്കേണ്ടതാണ്. അതൊക്കെ ഞാൻ ഇവിടെ വന്ന് മാധ്യമങ്ങളിലൂടെ ഇന്ന ആളുടെ മണ്ഡലമാണ് അല്ലെങ്കിൽ ഇന്ന ആളുകളുടെ ബൂത്താണ് പറയാൻ കഴിയില്ല. അതൊക്കെ കൃത്യമായിട്ട് പാർട്ടി പരിശോധിച്ച് പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ അതിനകത്ത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എനിക്ക് എൻ്റെ 2 DCCയിലെ പ്രവർത്തകരും വളരെ സജീവമായി, എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള ആളുകളൊക്കെ വളരെ സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് ഞാൻ കണ്ടത്. അങ്ങനെ ഒരു വിഭാഗം മാറ്റി നിർത്തി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊക്കെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പിൻവലിക്കാനോ അങ്ങനെയൊന്നും കഴിയില്ലെന്ന്. ഈ ഒരു പരാജയത്തിൻ്റെ തൊട്ടടുത്ത ദിവസം നല്ല രമ്യക്കെതിരെ പരസ്യമായി വരിക എന്നുള്ളത് വിഷമിപ്പിക്കുന്നുണ്ട്.
എനിക്കങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ ബൈറ്റ് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. നേരത്തെ നിങ്ങളുടെ സഹപ്രവർത്തകർ പ്രവർത്തകരാരോ വന്നപ്പം പറഞ്ഞതായിട്ടേ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൂ. അങ്ങനെ പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 2019 മുതൽ 5 വർഷക്കാലവും ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. അതോടൊപ്പം തന്നെ ഓരോ പ്രവർത്തനങ്ങളും നടന്നു. പദ്ധതി ആസൂത്രണങ്ങളിൽ പോലും അതാത് മണ്ഡലങ്ങളിലെ പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇതെല്ലാം നടപ്പിലാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും അതിൻ്റെ പേപ്പർ വർക്കുകൾ പോലും ചെയ്തിരിക്കുന്നതും നീക്കിയിരിക്കുന്നതും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതുമൊക്കെ എല്ലാ മണ്ഡലത്തിലും നമ്മൾ പദ്ധതികൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്, പഞ്ചായത്തുകളിലും നഗരസഭകളിലും ചെറുതും വലുതുമായ പദ്ധതികൾ വെക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു പേപ്പർ വർക്കുകളും കൂടി ഉണ്ട്. ഇതിൻ്റെ വലിയ ഫോളോ അപ്പ് ഉണ്ട്. ഇത് മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരാണ് ആ ഫോളോ അപ്പ് ഒക്കെ നടത്തിയത്. അതിൻ്റെ മീറ്റിങ്ങുകളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവിടെയൊന്നും എനിക്ക് അവരുമായി ബന്ധപ്പെട്ടിട്ട് ഒരു രീതിയിലും അവരുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായി എന്ന് ഞാനൊരിക്കലും പറയില്ല. കാരണം നമുക്കറിയാലോ, ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഏറ്റവും താഴെ തട്ട് മുതലുള്ള മണ്ഡലം തലത്തിലുള്ള പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരാണ്. അതല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ തമ്മിൽ അവരുടെ പ്രാദേശികമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത്, അതിലെന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പാർട്ടി സ്വാഭാവികമായിട്ടും പരിശോധിക്കും. ഒരു കാര്യം പറയാനുള്ളത്, ആലത്തൂർ ഇപ്പം ഞാൻ ഇത്രയധികം വോട്ടുകൾ നമുക്കും കിട്ടിയിട്ടുണ്ട്. നമുക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു എന്ന് കരുതി മാറി നിൽക്കാൻ കഴിയില്ല. കാരണം 20,000-ൻ്റെ ഡിഫറൻസാണ്. ആ 20,000-ൻ്റെ ഡിഫറൻസ് വരുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഇപ്പുറത്തും വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന എംപിക്ക് ഈ 2 ജില്ലകളിൽ, തൃശ്ശൂരിൻ്റെ അതിർത്തിയും തമിഴ്നാടിൻ്റെ അതിർത്തിയും പങ്കിടുന്ന മണ്ഡലങ്ങളിൽ സജീവമായിട്ട് എത്തിപ്പെടുവാൻ കഴിയട്ടെ. അതിനകത്ത് ഞാൻ ചെയ്തതിൽ പ്രവർത്തനങ്ങളിൽ തുടർന്ന് കൊണ്ടുപോകാനുള്ള പല കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അത് അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസം അത് തുടർന്നും കൊടുത്തുകൊണ്ട് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു പരാജയമുണ്ടായെങ്കിലും ഈ സമയത്ത് ഈ ഘട്ടത്തിൽ ആരെയും പരസ്യമായി ആർക്കെതിരെയും സംസാരിക്കാൻ രമ്യ ഒരുക്കമല്ല. പ്രവർത്തകരൊക്കെ തന്നെ നല്ല സഹകരണമായി രമ്യക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രമ്യ വ്യക്തമാക്കിയത്. മൽഗോസി മോഹനൊപ്പം ഗൂഗിൾ PS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.